അതായത് മുദ്രാ സ്കീം, PM മുദ്രാ സ്കീം ഒരു ഈടും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 22 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണ് കിട്ടും. ഇതിൻ്റെ പലിശ വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കണോ? നിങ്ങളുടെ കയ്യിൽ പണമില്ലേ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ടോ? ഈ മുദ്രാ സ്കീമിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. മുദ്രാ സ്കീം വഴി നിങ്ങൾക്ക് 22 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ആ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അതേപോലെ നിങ്ങൾ ചെറുകിട ബിസിനസ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? ആ ചെറുകിട ബിസിനസ്സിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എത്രയാണ്, എത്ര തുക ചിലവാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഒരു പദ്ധതി തുടങ്ങാനായിട്ട് പോകുന്നത്, അതിന് നിങ്ങൾക്ക് കൃത്യമായി ലോൺ കിട്ടും. ഒരു ഈടും കൊടുക്കേണ്ട ആവശ്യമില്ല. SBI, അതേപോലെ കാനറ ബാങ്ക്, അതേപോലെ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെയുള്ള സർക്കാർ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും ലോൺ കിട്ടും. പക്ഷെ നിങ്ങൾ ലോണ് കിട്ടാനായിട്ട് സമർപ്പിക്കേണ്ടത് നിങ്ങൾ എന്ത് പദ്ധതിയാണോ തുടങ്ങാനായിട്ട് പോകുന്നത് ആ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾ അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മെഷീനറീസ് വാങ്ങാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് പദ്ധതി തുടങ്ങുന്ന ഒരു കമ്പനി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പല പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മെഷീനറീസ് വാങ്ങേണ്ടതായിട്ട് ആവശ്യം വരും. ആ മെഷീനറീസ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം, അതിൻ്റെ കൃത്യമായ കൊട്ടേഷൻ ആ മെഷീനറി വാങ്ങുന്ന ആ ഏജൻസിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ട് അവിടെ ബാങ്കിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ, അങ്ങനെ എല്ലാം നിങ്ങളിപ്പോൾ റെൻറ്റിനാണ്, നിങ്ങളൊരു റൂമിൽ ഒരു റെൻറ്റ് വാടക കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാപനം ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റെ വാടക കരാർ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. കൃത്യമായ എല്ലാ വിവരങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ നിങ്ങളുടെ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ആധാരമോ മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. നിങ്ങൾ ആരംഭിക്കാനായിട്ട് പോകുന്ന ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു പ്രോജക്റ്റിൻ്റെ മുഴുവൻ വിവരങ്ങൾ അടങ്ങുന്ന ഒരു രേഖ അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. അത് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, 1 ലക്ഷം രൂപ താഴേക്കുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ ലോണ് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളൊരു 10-15 ലക്ഷം രൂപയുടെയൊക്കെ ബിസിനസ്സാണ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അതിനൊരു 1 മാസം സമയമെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തിരിച്ചടവൊക്കെ വളരെ സുതാര്യമായിട്ടുള്ള തിരിച്ചടവുകളാണ്. പക്ഷെ ധാരാളം പേർ ഈ ലോൺ എടുത്തിട്ട് അധികം പേരും അടയ്ക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ബാങ്കുകൾ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. സ്ട്രിക്റ്റ് എന്ന് പറയാൻ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, ആ ബിസിനസ് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ ഐഡിയ ഉണ്ടോ, ഇതെല്ലാം ബാങ്ക് മാനേജറും ബാങ്ക് അധികൃതരും നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ആ മെഷീനറീസ്, അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന മെഷീനറീസ് ആയിക്കോട്ടെ, നിങ്ങൾ വാങ്ങിക്കുന്ന ഉപകരണങ്ങളായിക്കോട്ടെ, അതൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അറിയുമോ, അല്ലെങ്കിൽ അതിനുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ബാങ്കിനൊരു വിശ്വാസമാകുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ലോണ് കിട്ടും. അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെയാണെന്നൊരു അവർക്കൊരു വല്ലാത്തൊരു ഡൗട്ട്, നിങ്ങൾക്ക് ലോൺ തന്നാൽ നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റില്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ വരുമ്പോൾ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പേപ്പറുകളും അവരാവശ്യപ്പെടുന്ന എല്ലാ രേഖകളും സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 22 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു ഈട് കൊടുക്കാതെ ലോണ് കിട്ടുന്ന ഒരു സംവിധാനമാണ് മുദ്രാ യോജന എന്ന് പറയുന്നത്. PM മുദ്രാ യോജന വളരെ നല്ലൊരു സ്കീമാണിത്. ഇന്ത്യയിലെ ധാരാളം ലക്ഷക്കണക്കിന് പേർ, കോടിക്കണക്കിന് ലക്ഷം കോടി രൂപകളൊക്കെ ലോൺ എടുത്തുകൊണ്ട് ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് വളരെ സക്സസ് ആയിട്ട് പോകുന്നവരുണ്ട്. നിരവധി പേര് ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ ഡ്യൂ ആയിട്ട് അതൊന്നും അടയ്ക്കാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ മുദ്രാ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുദ്രാ സ്കീം കിട്ടാതിരിക്കില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള പേപ്പറുകളും മറ്റും രേഖകളൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ലോണ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ബിസിനസ് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മുദ്രാ സ്കീം പലിശ വളരെ കുറവാണ്. 8% മുതൽ 12% വരെയാണ് ഇതിൻ്റെ പലിശ വരുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിനനുസരിച്ചുണ്ടാവും. അതുകൂടാതെ കൃഷി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇത് ലോണായിട്ട് കിട്ടില്ല. മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കോ മറ്റ് ചെറിയ സംരംഭങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ, കടകൾ തുടങ്ങാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാം, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാം, അതിനൊക്കെ ഈ മുദ്രാ സ്കീം പ്രയോജനപ്പെടുത്താവുന്നതാണ്.